നല്ലൊരു ദിവസം ആഗ്രഹിച്ചാണ് എന്നും രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത്. പക്ഷേ പല കാര്യങ്ങൾ കൊണ്ടും ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മികച്ചതോ വിജയകരമോ ആയിരിക്കില്ല. ഒരു ദിവസത്തിൻ്റെ വിജയം നിർണ്ണയിക്കുന്നത് ചില പ്രഭാതശീലങ്ങളും മനോഭാവങ്ങളുമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വിജയം നേടിയവർ പിന്തുടരുന്ന, നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ചില നല്ല പ്രഭാതശീലങ്ങൾ വളർത്തിയെടുത്താൽ രാത്രി കിടക്കുമ്പോൾ അന്നത്തെ ദിവസം ഓർത്ത് അഭിമാനിക്കാനും സംതൃപ്തി അടയാനും സാധിക്കും. ദിവസവും ഒന്നോ രണ്ടോ നല്ല ശീലങ്ങൾ തുടങ്ങി വയ്ക്കുന്നതിലൂടെ നിങ്ങളെ ദിവസം മുഴുവൻ ചുറുചുറുക്കോടെ ഇരിക്കാൻ ശക്തരാക്കുന്നു. നിശബ്ദമായി ദിവസം ആരംഭിക്കുക. ധ്യാനം, വായന, പ്രാർത്ഥന അല്ലെങ്കിൽ നിശബ്ദമായിരുന്ന് ഒരു കപ്പ് കാപ്പി കുടിക്കുക തുടങ്ങിയ ശീലങ്ങൾ ബഹളമയമില്ലാതെ സമാധാനചിത്തരായി ഒരു ദിവസം തുടങ്ങാൻ നിങ്ങളെ സഹായിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് അനുയോജ്യമായതേതാണോ അത് പിന്തുടരുക. നിശബ്ദതയുടെ ഈ സമയം അശുഭചിന്തകൾ നീക്കി മനസ്സിനെ തെളിച്ചമേകാനും ഒരു ദിവസത്തേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കാനും ഏകാഗ്രതയും വ്യക്തതയും ഉണ്ടാക്കാനും നിങ്ങളെ സഹായിക്കുന്നു. അടുത്ത ദിവസത്തേക്ക് നിങ്ങളുടെ വസ്ത്രങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പുറത്തെടുത്ത് വയ്ക്കുക. ഇത് നിങ്ങളുടെ വ്യായാമ വസ്ത്രങ്ങളോ ഓഫീസ് വസ്ത്രങ്ങളോ ആകാം. പക്ഷേ രാവിലെ നിങ്ങൾ കണ്ണു തുറന്നയുടനെ നിങ്ങൾക്ക് അവ കാണാൻ കഴിയണം. ഇത് നിങ്ങളുടെ മനസ്സിനോട് പറയും നിങ്ങൾ അവ ധരിച്ച് എവിടെയെങ്കിലും പോകണമെന്ന്. ഇത് നിങ്ങളെ ആ ദിവസത്തിനായി ഒരുക്കും. നിങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക. ഇത് ദിവസം നല്ല രീതിയിൽ ആരംഭിക്കാൻ നിങ്ങളെ സഹായിക്കും. രാത്രിയിൽ മതിയായ വിശ്രമം ലഭിച്ച ശരീരത്തെ പതുക്കെ ഉണർത്തിയെടുക്കുക എന്നതാണ് മറ്റൊരു നല്ല ശീലം. നടക്കാൻ പോവുക, യോഗ ചെയ്യുക, ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുക എന്നിങ്ങനെ രാവിലെ ശരീരത്തെ സജ്ജമാക്കുന്നത് ഊർജ്ജമേകാനും മൂടുകൾ മെച്ചപ്പെടുത്താനും ഭൗതിക തലത്തിലുള്ള പ്രവർത്തനങ്ങളെ മികച്ചതാക്കാനും സഹായിക്കും. നാലാമതായി, നാളെ 10 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുക എന്നതാണ്. നിങ്ങൾ വൈകി എഴുന്നേൽക്കാൻ ശീലിച്ച ആളാണെങ്കിൽ അടുത്ത ദിവസം മുതൽ പെട്ടെന്ന് 5 മണിക്ക് എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പക്ഷേ ഒരു ദിവസത്തേക്ക് അത് ചെയ്യുമായിരിക്കും. പക്ഷേ മനസ്സ് തളർന്ന് ക്രമേണ നിങ്ങൾ അത് ഉപേക്ഷിക്കും. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ചെറുതായി തുടങ്ങുക എന്നതാണ്. നിങ്ങളുടെ പതിവ് ഉണരുന്ന സമയത്തിന് 10 മിനിറ്റ് മുമ്പ് എഴുന്നേൽക്കുക. തുടർന്നുള്ള അടുത്ത ദിവസം അതിലും 10 മിനിറ്റ് മുമ്പ് എഴുന്നേൽക്കുക. ഇപ്പോൾ മുതൽ മാറ്റം അംഗീകരിക്കാൻ നിങ്ങളുടെ മനസ്സിനെ പതുക്കെ പതുക്കെ പരിശീലിപ്പിക്കണം. അടുത്തതായി, പഴയ രീതിയിലുള്ള ഒരു അലാറം സ്നൂസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വയ്ക്കുക എന്നതാണ്. അത് നിങ്ങളുടെ കിടക്കയിൽ നിന്ന് അല്പം അകലെ വയ്ക്കുക. അങ്ങനെ അത് റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പോയി അത് ഓഫ് ചെയ്യേണ്ടി വരും. അലാറം ഓഫ് ചെയ്യാൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടതിനാൽ വീണ്ടും സ്നൂസ് ചെയ്യാനും ഉറങ്ങാനുമുള്ള സാധ്യത കുറയ്ക്കുന്നു. തുടർന്ന് ഒരു കപ്പ് ചൂടുള്ള വെള്ളം കുടിക്കുക. ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കുകയും മനസ്സിൽ നിന്ന് അലസത നീക്കം ചെയ്യുകയും ചെയ്യും. എല്ലാ ദിവസവും രാവിലെ ഒരേ മണിക്കൂറിൽ സ്ഥിരമായി എഴുന്നേൽക്കാൻ ശ്രമിക്കണം. എന്നാൽ നിങ്ങൾക്ക് ഒരു ദിവസം നഷ്ടമായാൽ അടുത്ത ദിവസം വീണ്ടും ആരംഭിക്കുക. ഒരു ശീലം വളർത്തിയെടുക്കുന്നതിന് അച്ചടക്കം ആവശ്യമാണെന്ന് ഓർമ്മിക്കുക. ആരോഗ്യദായകവും പോഷകസമ്പുഷ്ടവുമായ പ്രഭാത ഭക്ഷണം ദിവസം മുഴുവനുമുള്ള നിങ്ങളുടെ ഊർജ്ജ നിലവാരത്തെ സ്വാധീനിക്കുന്നു. മധുരം അധികമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും വളരെ മോശം ശീലങ്ങളാണ്. മുട്ട, തൈര്, അണ്ടിപ്പരിപ്പുകൾ തുടങ്ങി പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയ ആഹാര സാധനങ്ങളും ധാന്യം, പഴങ്ങൾ തുടങ്ങിയ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ വിഭവങ്ങളും പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ദിവസവും 10-15 മിനിറ്റ് എടുത്ത് അന്നത്തെ ദിവസത്തെ ഫലപ്രദമാക്കുന്ന ഒരു പദ്ധതി തയ്യാറാക്കുക. മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ഏറ്റവും നല്ല ശീലമാണിത്. ചെയ്യാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. മുൻഗണന നൽകേണ്ട കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുക. പ്രധാന മീറ്റിങ്ങുകളും അപ്പോയിൻമെൻറ്റുകളും ഷെഡ്യൂൾ ചെയ്യുക. കൃത്യമായൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ദിവസം മുഴുവൻ അതിനൊത്തു നീങ്ങാൻ സാധിക്കുന്നു. ജീവിതത്തിൽ നമുക്ക് ലഭിച്ച നല്ല കാര്യങ്ങളെ ഓർക്കാനും അവയിൽ സന്തുഷ്ടരും നന്ദിയുള്ളവരും ആകാനും രാവിലെ അല്പസമയം കണ്ടെത്തണം. അത് നിങ്ങളുടെ ആരോഗ്യമാകാം, പ്രിയപ്പെട്ടവരാകാം, ഒരു കപ്പ് കാപ്പി പോലും ആകാം. ദിവസത്തെ വളരെ പോസിറ്റീവാക്കാനും ആത്മവിശ്വാസം നൽകാനും ഈ ശീലം സഹായിക്കും. ഈ പ്രഭാതശീലങ്ങൾ തുടങ്ങി വെച്ചാൽ മാത്രം പോരാ, അവ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
തുടക്കത്തിൽ ഈ ശീലങ്ങൾ ദിനചര്യയുടെ ഭാഗമാക്കുന്നത് വെല്ലുവിളിയായി തോന്നാം. ഏറ്റവും പ്രധാനം നിങ്ങളെല്ലാം ഇത് ഒറ്റയടിക്ക് ചെയ്യേണ്ടതില്ല എന്നതാണ്. ചെറുതായി തുടങ്ങുക. ഒരുപക്ഷെ നാളെ പരീക്ഷിക്കാൻ 1-2 ഘട്ടങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ സ്ഥിരത വളർത്തിയെടുക്കുമ്പോൾ ഈ ശീലങ്ങൾ നിങ്ങളുടെ പ്രഭാതങ്ങളെ മാത്രമല്ല നിങ്ങളുടെ മുഴുവൻ ദിവസവും എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓർക്കുക, പ്രഭാതങ്ങൾ ഒരു സമ്മാനമാണ്. വീണ്ടും ആരംഭിക്കാനും വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പുനഃക്രമീകരിക്കാനുമുള്ള ഒരു അവസരം. ഓരോ ചെറിയ ചുവടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നിങ്ങളുടെ പ്രഭാതങ്ങൾ വിജയത്തിൻ്റെ ആദ്യ ചുവടായി മാറട്ടെ. ഏതൊരു കാര്യവും തുടർച്ചയായി 18 ദിവസം ചെയ്താൽ അതൊരു ശീലമാകുമെന്ന് പഠനങ്ങൾ പറയുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലുള്ള നല്ല മോർണിംഗ് റുട്ടീൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങൾ തയ്യാറാണെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. കൂട്ടുകാരെ, ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.